യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന 2-3 മാസം മുമ്പേ ആദ്യമേ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ദർശനം, വിഷൻ. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നുമുണ്ട്, യൂട്യൂബിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ആരംഭിച്ചാണ് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചിരിക്കുന്നവർ അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എങ്ങനെ അത് നടപ്പിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച വരെയും ഓരോ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു. അറിയാത്ത ഒരാളുമായി നമുക്ക് കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല. അറിയാവുന്നവരെ കൂട്ടത്തിലേ നമ്മൾ ഇരിക്കത്തുള്ളൂ, നമ്മളെ തന്നെ തുറക്കത്തുള്ളൂ. ഇന്ന് കണ്ടു ഉടനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയത്തില്ല. കൂടുതൽ പരിചയവും കൂടുതൽ അറിവും മറ്റൊരാളെക്കുറിച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ കൂട്ടായ്മ ആചരിക്കത്തൂ, നമ്മളെ തന്നെ തുറക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു ആളെ അറിയണം. അതുകൊണ്ടാണ് ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്തോറുമാണ് കൃപയുടെ അർത്ഥവും സമാധാനവും നമ്മിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ അറിവോടെ ആ അറിവ് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ അറിവ് ലഭിക്കുന്നത് 1 ദൈവവചനം വായിക്കുമ്പോൾ, 2 കൂട്ടായ്മ ആചരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഈ എല്ലാ മാധ്യമങ്ങളിലും, ഗ്രേസ് ടി വിയിലും ഏഷ്യ ഉത്സവിലും ഒക്കെ എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിക്ക് ഇന്നർ ചേംബർ എന്ന് പറയുന്ന മെസ്സേജ് ഇപ്പം നമ്മുടെ ഒരു സന്ധ്യാ പ്രാർത്ഥനയായി മാറി. അതിൻ്റെ കാതലായ വിഷയവും അത് തന്നെയാണ്. 1 ദൈവത്തെ അറിയണം. ഇതെല്ലാം എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദർശനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ഒരു ദർശനമുണ്ട്. ആ ദർശനം ദൈവത്തിൽ നിന്നും പ്രാപിച്ച് അതിലേക്ക് മുന്നേറുവാൻ നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് കൃപയെന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം ചെയ്തു, അതുകൊണ്ട് ഞാൻ ചുമ്മാ തിരുന്നോളാം എന്ന് അല്ല. കൃപ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും അപ്പുറം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഴിവ് എൻ്റെ യോഗ്യതയില്ലാത്ത എനിക്ക് നൽകിയെന്ന്. ഈ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃപയെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറിക്കോണം. കർത്താവ് ഇതെല്ലാം ചെയ്തുവെങ്കിലും എൻ്റെ ഈ ദർശനത്തിലേക്കുള്ള വ്യഗ്രത അല്ലെങ്കിൽ ഓട്ടം സ്ഥിരതയോടെ ഓടാനും ഓരോ വെല്ലുവിളികൾ വരണം അതിനെ തരണം ചെയ്യാനും ഒക്കെ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് നമ്മളെ രക്ഷിച്ചത് കൃപയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യതയോ പ്രാർത്ഥനയോ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തി കണ്ടിട്ടല്ല ദൈവം തൻ്റെ ജീവൻ നമ്മളിൽ നിന്ന് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അതാണല്ലോ. തൻ്റെ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ എന്നിൽ ദാനമായി തന്നത്. അത് എത്ര നമ്മൾ ചിന്തിച്ചാലും നമുക്കതിന് എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം അതുകൊണ്ടാണ് യേശുവിലുള്ള വിശ്വാസം ഏറ്റവും സരളമാണ്, അപ്പോൾ തന്നെ വളരെ സങ്കീർണവുമാണ്. യേശു എങ്ങാനും പറയുക, നിങ്ങൾ ഈ മല ഒരു 4-5 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അത് വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു. അതൊന്നുമല്ല, ഹൃദയത്തിൽ വിശ്വസിച്ചു വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തത്. എന്നാൽ കൃപ എന്ന് പറയുമ്പോൾ ദൈവം നൽകി, അതിനോടുകൂടെ ജീവനും ഭക്തിക്കെല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം, കൃപയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചുമ്മാ ഇരിക്കുക എന്നല്ല. നിങ്ങൾ വായിച്ചാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. വായിച്ചേ. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ദൈവകൃപയാൽ. ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്, പൗലോസ് തന്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവിൽ പറയാണ്, ഞാൻ ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാ. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. വ്യർത്ഥമായില്ല. ദൈവം എൻ്റെ മേൽ ആ കൃപ ഉദിച്ചത്, എന്നെ ശക്തിപ്പെടുത്തിയത്,
ഇതെല്ലാം വ്യർത്ഥമായില്ല. കാരണം അവരെല്ലാവരെക്കാട്ടും ഞാൻ അത്യന്തം അധ്വാനിച്ചു. വീട്ടിലിരിക്കാനല്ല കൃപ. കൃപയെന്ന് പറയുന്നത് ദൈവവേലയിൽ താൻ അധ്വാനിക്കുമ്പോൾ, താൻ മുന്നേറുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, ഏത് വെല്ലുവിളികളിലും ആ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. താൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ബലഹീനത എന്നിൽ നിന്ന് മാറിപ്പോൾ. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ കൃപയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെറുതെ അലസരായിരിക്കുക എന്നല്ല, ദൈവം എല്ലാം ചെയ്തോളൂ എന്നല്ല. നാം ചെയ്യുമ്പോൾ നമ്മളെക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ദൈവശക്തി നമ്മളിൽ വരിക. അതാണ് കൃപ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് വ്യർത്ഥമാകുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, ദൈവം ആഗ്രഹിച്ച കാര്യം നമ്മളിലൂടെ അതുകൊണ്ടാണ് വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. എന്നെ ദൈവം വിളിച്ചതാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവം തെരഞ്ഞെടുത്തവരാണ്. അത് വ്യർത്ഥമായി തീരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന കാര്യത്തിനല്ലാതെ ലോകത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പം അവിടെ എല്ലാം എന്നാ പറയേണ്ടത്, ലോകത്തിന് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വ്യാപ്തികരമായി നമ്മുടെ ജീവിതമായി തീരണം. അത് ബിസിനസ് ആയിക്കോട്ടെ, അത് ഏത് തുറയിലുള്ളവരായിക്കോട്ടെ, അവിടെ കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ വേണം. വായിച്ചോ. അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പം കൃപയുണ്ടെങ്കിലും താൻ പറയാം, ഞാൻ അധ്വാനിച്ചു. എന്നാൽ അധ്വാനിക്കാനുള്ള ശക്തിയും തന്നതാണ് കൃപ. വായിച്ചു. ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപ എത്രേ. അപ്പം ഞാൻ ഈ അധ്വാനിച്ചെന്ന് പറയുമ്പോഴും എൻ്റെ പ്രവൃത്തിയല്ല, എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം ഈ കൃപ എന്ന് പറയുന്നതിനെ കുറിച്ച്, ഗ്രേസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും തെറ്റിദ്ധാരണകൾ പലരുടെ ഉള്ളിൽ വരാറുണ്ട്. കൃപയാൽ എന്ന് പറയുമ്പോൾ ചുമ്മാ നിൽക്കുമ്പോൾ എല്ലാം കിട്ടുമെന്നല്ല. ദൈവം തന്നിരിക്കുന്നത് ആ ദൈവശക്തി, തൻ്റെ നിത്യജീവൻ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പറ്റും. അറിയുന്ന ഒരാൾക്ക് സമാധാനവും ധൈര്യവും വരും. തനിക്കൊരു അറിയാം, എനിക്ക് വേണ്ടിയത് എനിക്ക് വേണ്ടി കർത്താവ് തന്നിട്ടുണ്ട്. തനിക്ക് അത്യാഗ്രഹം വരത്തില്ല, താൻ ഉള്ളതിൽ തൃപ്തനായിരിക്കും. അങ്ങനെ കൃപ വർദ്ധിക്കണം. അതാണ് നമ്മൾ കുറേ നാളായിട്ട് ഒരൊറ്റ വചനത്തിൽ നിൽക്കുക. ഇന്നും അവിടെ തന്നെ ആരംഭിക്കാൻ പോകുന്നത് 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ, രക്ഷിതാവായ എന്നെ രക്ഷിച്ച യേശു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. ഇരുട്ടിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിവില്ലായ്മയിൽ നിന്നും രക്ഷിച്ചു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഇന്ന് ഞാൻ ദൈവരാജ്യം, അതാ കൊലോസ്യർക്ക് ഇത് ലേഖനം പറയുന്നത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യമായ, അവിടുത്തെ നിയമം സ്നേഹസ്വരൂപനായ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ രാജ്യമായ പുത്രൻ്റെ രാജ്യത്തിലാക്കി തീർത്തു. അത് കാര്യം, രക്ഷകനായ യേശു എനിക്ക് രക്ഷിച്ചപ്പോൾ എനിക്ക് ദാനമായി തന്നത് എന്തായിരുന്നു? നീതി. വായിച്ചു അനി. യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഇത് നീതി, ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ് ബാക്കിയെല്ലാം വന്നത്. ദൈവം നമ്മളെ നീതീകരിച്ചു, ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു. ദൈവം നമ്മളെ നീതീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല, ദൈവസന്നിധിയിൽ ഞാൻ പെർഫെക്റ്റാണ്. അതായത് യേശുവിൻ്റെ തൻ്റെ രക്തത്താൽ നീതീകരിച്ചു. ആ നീതീകരണത്തോടെ ഉണ്ടായത് എന്താ? പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വരാൻ തുടങ്ങി. അപ്പം നീതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിനകത്ത് കേട്ടിട്ടുള്ള, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന പല മെസ്സേജ്, നമ്മുടെ നീതി പ്രവൃത്തി, നമ്മുടെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കരപുരണ്ട തുണി പോലെയാണ് നമ്മുടെ നീതി ദൈവസന്നിധിയിൽ. അപ്പം നമ്മൾ കേട്ട് വരുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ കറ പിടിച്ചിരിക്കുന്നവരായിട്ടാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന വചനം നമ്മുടെ നീതി പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തി കൊണ്ട്
നമുക്ക് നീതീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നമ്മളെ നീതിയായി എണ്ണി ക്രിസ്തുവിൽ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ നീതി ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നീതി പ്രവർത്തികൾ. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് പ്രസാദകരമാകുന്നത് ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ. ആ പ്രവൃത്തിയിലൂടെയാണ് നീതി എനിക്ക് സൗജന്യമായത്. അതാണ് 2 കൊരിന്ത്യർ 5 21 പറയുന്നത്, യേശു എനിക്ക് വേണ്ടി പാപമായി തീർന്നു, ഞാൻ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഇതുതന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു. കൊരിന്ത്യർ 5:21 ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3:14 വായിച്ചു. പാപം അറിയാത്തവനെ യേശു പാപം അറിഞ്ഞിട്ടില്ല. അറിയാത്തവനെ നാം അവനിൽ യേശു ക്രിസ്തുവിൽ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ യേശുവിലാണ് നമ്മൾ നീതിയായത്. ഇവിടെ പത്രോസ് തന്റെ ലേഖനത്തിൽ പറയാണ്, ദൈവത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ട. ഗലാത്യർക്ക് ലേഖനത്തിൽ പറയാണ് 3:14 അങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അപ്പം അബ്രഹാമിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, നമുക്ക് വന്ന അനുഗ്രഹം, അബ്രഹാമിൽ നിന്നും ക്രിസ്തു മുഖാന്തരം നമുക്ക് വന്ന അനുഗ്രഹം നീതിയാണ്. ദൈവം അബ്രഹാമിനെ നീതിയായി എണ്ണി. എങ്ങനെ? വിശ്വാസത്താൽ. അബ്രഹാം തൻ്റെ വാക്ക് വിശ്വസിച്ചു, പ്രവർത്തിച്ചു, ഇറങ്ങിത്തിരിച്ചു. അതിന് ദൈവം തന്നെ നീതിയായി എണ്ണി. അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ജീവിതമാണ് പല കാര്യങ്ങളും. പക്ഷെ തൻ്റെ വിശ്വാസം നിമിത്തം തന്നെ ദൈവം നീതീകരിച്ചു. തനിക്ക് ലഭിച്ചത് ദൈവവുമായിട്ട് മുഖാമുഖം സംസാരിക്കാനുള്ള അനുവാദം, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം, അത് അബ്രഹാമിന് ലഭിച്ചു. ഇന്ന് അത് ക്രിസ്തു മുഖാന്തരം എൻ്റെ മേൽ വന്നു കഴിഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ നീതിയാൽ. ആ നീതി, ദൈവത്തിൻ്റെ നീതി ഞാൻ ആയതുകൊണ്ട്, എങ്ങനെയാ? യേശുവിൻ്റെ രക്തത്താൽ നീതി ആയതുകൊണ്ട് എൻ്റെ അകത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ. എങ്ങനെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്? അതുപോലെ തന്നെ ഇന്ന് വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിരിക്കുന്നത്. ഇന്നും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒറ്റ കാര്യം ചെയ്താൽ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ, യേശു എൻ്റെ യാഗമാണ്, യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി പരിപൂർണമാണ് എനിക്ക് വേണ്ടി. ഇനി ഞാനൊന്നും ചെയ്യേണ്ട. ഞാൻ ആ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചത് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ നീതിയായി, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എൻ്റെ ഉള്ളിൽ വസിക്കാനായി. എന്നിട്ട് ഈ ദാനമായിട്ട് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ദൈവവുമായിട്ട് നമുക്ക് കൂട്ടായ്മ ആചരിക്കാൻ പറ്റുന്നത്. അപ്പം പരിശുദ്ധാത്മാവിലൂടെ അദൃശ്യനായ ദൈവമായിട്ട് കൂട്ടായ്മ ഞാൻ ആചരിക്കാൻ പോവുക. അപ്പം കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ അറിവ് വേണം. ആ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് താഴോട്ട് പത്രോസ് പറയാണ്, വായിച്ചു 2 പത്രോസ് 1 അതിൻ്റെ 2ാമത്തെ വാക്യമാണ് ഇനി വായിക്കപ്പെടാൻ പോകുന്നത്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൃപയും സമാധാനവും എന്ന് പറഞ്ഞാൽ, കൃപയുടെ അർത്ഥം മനസ്സിലാകുമ്പോൾ, കൃപ എനിക്ക് തരുന്ന ദൈവശക്തി മനസ്സിലാകുമ്പോൾ, ദൈവം എനിക്ക് അനുകൂലമായി നിൽക്കുകയാണ്, എൻ്റെ യോഗ്യത നിമിത്തമല്ല, ദൈവത്തിൻ്റെ നീതി ആയതുകൊണ്ടെന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് ധൈര്യം വരും, സമാധാനം എനിക്ക് വർദ്ധിച്ചു വരും. ഏതൊക്കെ സാഹചര്യമായെങ്കിലും, ഏതൊക്കെ വെല്ലുവിളിയാണേലും അതിനകത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരും.
എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദർശനത്തിലേക്ക് ഞാൻ മുന്നേറണം. ഞാൻ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം, മുന്നേറണം. അതിൽ പ്രധാനമാണ് നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക. ആ മനസ്സിൻ്റെ അകത്ത് വേണ്ടാത്തതൊന്നും കേൾക്കാതെ, വേണ്ടാത്തതൊന്നും, നമ്മൾ ആരെങ്കിലും കുറ്റം കേൾക്കുകയാണെങ്കിൽ ഓർത്തോണം മരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ കുറ്റം പറയുമ്പോൾ ഇത് എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2 തരത്തിലുള്ള വാക്കുകളെ നമ്മുടെ വായുന്നുള്ളൂ, 2 തരത്തിലുള്ള ശബ്ദമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഒന്ന് ജീവൻ്റെ, 2 മരണത്തിൻ്റെ. കുറ്റം പറച്ചിൽ, ഇതെല്ലാം മരണമാണ്. നമ്മൾ വിതച്ചുകൊണ്ടിരിക്കുക മരണം. അതേസമയത്ത് അനുഗ്രഹം അനുഭവിക്കണോ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവീൻ. വായിലൂടെ നന്മ മാത്രം ഒന്ന് വിതച്ചേ. ഈ ദിവസങ്ങളിൽ വായിന്ന് പുറപ്പെടുന്ന വാക്കിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലായാൽ യു വിൽ ബി അമേസ്ഡ്. എൻ്റെ വെറുതെ ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ ആ വചനം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഇത് കൃപയും സമാധാനം വർദ്ധിക്കണോ, നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ ഹൃദയം വിഷമിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. എങ്ങനെയാണ് അത്? കാഴ്ചയാലും കേൾവിയാലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വേണ്ടാത്തത് കേൾക്കാൻ നിൽക്കരുത്, വേണ്ടാത്തത് കേൾക്കാൻ നിൽക്കരുത്. വായിച്ചു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിന് ഗൗരവമായി ഏറ്റെടുത്തിരിക്കുന്നവർ. ഞാൻ എൻ്റെ മെസ്സേജ് മുഴുവൻ, നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന മുഴുവൻ മെസ്സേജ് ആർക്കാന്ന് ഞാൻ ചോദിക്കാം. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണ്ട, ഇനി ചുമ്മാ എനിക്ക് ഇരിക്കണം, എങ്ങനെയും ഇനി ബാക്കി ആയുസ് കഴിക്കണം, അങ്ങനെയുള്ളവർക്കല്ല എൻ്റെ മെസ്സേജ്. ഞാൻ ഈ ദൈവവചനം ഘോഷിക്കുകയും എൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന ആർക്കാന്ന് പറയാം. വലിയ ദർശനമുണ്ട്, വലിയ സ്ഥാനത്ത് എത്തണമെന്നുണ്ട്, എന്നാൽ എൻ്റെ കയ്യിലൊന്നുമില്ല. അവർക്ക് വേണ്ടി എൻ്റെ മെസ്സേജ്. ആ സ്ഥാനത്തേക്ക് എത്താൻ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടത്, ചെയ്യേണ്ടാത്തതും ചെയ്യേണ്ടതും ദൈവവചനത്തിൽ ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ ബൈബിളിലെ ഓരോ ആൾക്കാർ, ഈ ബൈബിളിലെ ഏറ്റവും വലിയ ഗുണം, എല്ലാവരുടെയും ബലഹീനത അതുപോലെ എഴുതിയിട്ടുണ്ട്. ബലഹീനതയിൽ ശക്തിപ്പെടുത്തിയ ദൈവകൃപയും എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഇതിനകത്ത് എല്ലാവരും വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് എഴുതുമ്പോൾ ഷീമോൻ പത്രോസ് എന്ന് തൻ്റെ പേര് തന്നെ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഷീമോനായിരുന്നു, ഞാൻ ആടുന്നവനായിരുന്നു, ഓലയെന്നയാളായിരുന്നു. ഇപ്പം ഭയങ്കര വിശ്വാസം പറയും, അത് അടുത്ത സമയത്ത് താന്നു ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന എന്നെ പത്രോസാക്കി മാറ്റിയതാ കൃപ, എന്നെ ശക്തനാക്കിയതാ യേശു. അപ്പോൾ അവിടെ ഈ യേശു പറയുന്ന വാക്ക് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഗൗരവത്തോടെ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് കേട്ടാൽ മതി. അവരാണ് സൂക്ഷിക്കേണ്ടിയവർ. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം, വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഞാൻ അറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിനകത്ത് ലോകത്തിലെ നമ്പർ 1 ആകണമെന്ന്. എങ്ങനെയും തല്ലിക്കൂട്ടൊരു ഉപദേശിയായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്ങനെയും കുറച്ച് പ്രസംഗിച്ചേച്ച് പോകണമെന്നല്ല. എൻ്റെ അകത്ത് വലിയ വിശ്വാസ വീരന്മാരുടെ കഥകൾ വായിക്കുകയും അവരവിടെ എത്തിയ സ്ഥാനങ്ങൾ, എവിടെ ശൂന്യത്തിൽ നിന്നും, വചനത്തിൽ പറയുന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ കുപ്പയിൽ നിന്നും രാജാക്കന്മാരുടെ കൂടെ എത്തിയവരാ എല്ലാവരും. ആരും വലിയവരായിട്ടല്ല ജനിച്ചത്. അവരെല്ലാം ചെറിയ തുടക്കത്തിൽ നിന്ന് തുടങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ കൃപ, പൗലോസ് പറയുന്നത്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, അതുകൊണ്ട് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഞാൻ അധ്വാനിച്ചതും ദൈവകൃപയാണ്. കൃപയെ തന്നെ അവിടെ എത്തിച്ച്. എന്നാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ ചില ഡിസിപ്ലിൻസ് അവർ ഉപയോഗിച്ചു. അവർ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. എൻ്റെ അകത്ത് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവന, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കത്തില്ല എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ക്ലാരിറ്റി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അവർക്ക് പരാജയങ്ങൾ വന്നില്ലെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നും ചില കാര്യങ്ങൾക്ക് ഭയം വരുന്നില്ല, ഇല്ല, വരും. ഭയം വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ ഉടനെ എന്നെ പരിശുദ്ധാത്മാവ് അതിൻ്റെ വിപരീതമായി ദൈവവചനം ഓർമ്മിപ്പിക്കും. എങ്ങനെ വിശുദ്ധന്മാരതിനെ നേരിട്ടെന്ന് കാണിക്കും. അപ്പം യേശുവിൻ്റെ എല്ലാം വാക്കുകൾ ആർക്കാന്ന് ചോദിച്ചാൽ, ഗൗരവമായി അവസ്ഥകൾ മാറിയേ തീരൂ, എനിക്ക് മുന്നേറണം, ലോകത്തിൽ ഉന്നതനാകണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കണം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ വചനം. അല്ലാതെ മാർക്കിടുന്നവർക്കല്ല. ഇന്നത്തെ വചനം നല്ലതായിരുന്നു, തല ആട്ടുന്ന. ഞാനൊക്കെ ചില സഭയോഗം ഉള്ള സമയത്ത്
കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ തലയൊക്കെ ആട്ടിങ്ങനെ ഇരിക്കുക, ആട്ടിക്കൊണ്ട് അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ചിലരങ്ങനെയല്ല, മുഴുവൻ പിടിച്ചെടുത്ത് തുള്ളിച്ചാടി ഇത് എൻ്റേതാന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് നടക്കുന്നവർ കാണാൻ ഷൂക്കിന്ന് മുകളിൽ പൊങ്ങിപ്പോകുന്നു. അത് കൂട്ടുകാരിൽ പരമായി ആനന്ദത്തൈൽ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിച്ചൊറ്റ ബെഞ്ചിലായിരിക്കും ഇരിക്കുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ പോലും, എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം പോലും ചിലരുടെ അകത്ത് ഇപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കത്തൽ തുടങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുക ഓരോ വാക്കിന് വേണ്ടി പിടിച്ചെടുക്കാൻ. ചിലർക്ക് ഇത് കേട്ട് കേട്ട് പരിചയമുള്ളതായി തീർന്നു. ഇത് കഴിഞ്ഞ ആഴ്ചയും കേട്ടതാണ്. അതാണ് യേശു പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവി ഉണ്ടല്ലോ. ഞാൻ പണ്ട് ഈ വചനം തായ്ലൻഡിൽ വെച്ച് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായി. ചെവിയുള്ളവൻ, ലെറ്റ് ഹീ ഹൂ ഹാസ് ഇയർ ലെറ്റ് ഹിം ഹിയർ എന്ന് പറയും. ഞാൻ കർത്താവിൻ്റെ ശബ്ദം ഇതുപോലെ ഞാൻ ഒത്തിരി പ്രാവശ്യം എനിക്ക് കർത്താവുമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാത്രം ഒറ്റ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ശബ്ദം ഞാൻ കേട്ടിട്ട്, ഗംഭീര നാദം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഒലയുന്ന ശബ്ദം. പക്ഷെ പറഞ്ഞത് എന്താണെന്നറിയോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. തൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഈ ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞാൽ ചെവി പൊട്ടിപ്പോകും. അപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ ചെവി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുള്ളവനെ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് മനസ്സിലായത്, ദൈവവചനത്തിൽ യോഹന്നാൻ 16 യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവായിരിക്കും എന്നിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് തരുന്നത്. പരിശുദ്ധാത്മാവ് കേൾക്കുന്നത്, യേശുവിൽ നിന്നും കേൾക്കുന്നത് നമുക്ക് തരും. ആ വചനം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വചനം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വരുമ്പം അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തുന്നു. യേശു പറഞ്ഞത്, ഞാനാണ് വഴി, ജീവൻ, സത്യം. ഐ എം ദ ട്രൂത്ത്. ആ സത്യം, യേശുവിൻ്റെ സത്യത്തിൽ നടത്തുന്നത് പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് നടത്തുന്നതെന്നുണ്ട് വായിച്ചു. അവൻ സ്വയമായി സംസാരിക്കാതെ, പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. അപ്പം ചെവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, അകത്ത് ഇപ്പോഴും ഹൃദയ കഠിനപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നവർ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ വരവിന് മുമ്പേ പലതും ലോകത്തിൽ നടക്കും. എന്നാൽ കാലങ്ങളും സീസൺസും തൻ്റെ മക്കൾക്ക് വിവേചിക്കും. അവർക്കറിയും, പരിശുദ്ധാത്മാവിൻ്റെ ചെറിയൊരു ചലനവും അവർക്ക് മനസ്സിലാവും. അവർ സാധാരണ കണ്ണുകൊണ്ടല്ല നോക്കുന്നത്. അവർ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കർത്താവൻ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. അവൻ വായിച്ചേ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ കേൾക്കാം. അപ്പം ഇവിടെ യേശു പറയാ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മർക്കോസ് സുവിശേഷം 4:23 എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളവർ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കിക്കേ. കേൾവി, 3 കാര്യങ്ങളാണ്. നമ്മുടെ ദർശനമുള്ളവർ, ദർശനത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർ 3 കാര്യത്തിൽ സൂക്ഷിക്കണം. 1 കേൾക്കുന്നത്, 2 കാണുന്നത്. കാര്യം കേൾവിയും കാഴ്ചയാണ് ഹൃദയത്തിലെ നിരൂപണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞൊരു വാക്ക്, ദൈവവചനത്തിലുള്ള വാക്ക്, ദൈവം തന്നെ സ്നേഹിച്ചവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ച്. ഇത് രണ്ടും നമുക്ക് കാണുന്നതും കേൾക്കുന്നതുമാണ് ഹൃദയത്തിലെ നിരൂപണങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ സൂക്ഷിക്കണം. എത്താനുള്ളിടത്ത് എത്തുവാനായിട്ട് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ചിലരുടെ മനസ്സിനകത്ത് ആരോ നല്ലൊരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. പ്രവചനം പറഞ്ഞിരിക്കുന്ന എന്തിനാ? നിങ്ങളെ ഉത്സാഹിപ്പിക്കാനാണ്, ദൈവവചനം അനുസരിക്കാൻ. അവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ വീട്ടിൽ ചുമ്മാ കിടന്നുറങ്ങിയാൽ ആരെങ്കിലും തട്ടി അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. പക്ഷേ കൃപയെന്ന് പറയുന്നത്, ഇറ്റ് വിൽ സ്ട്രെങ്തൻ യു ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. സോ അവിടെ നോക്കി യേശു പറഞ്ഞത് വാക്ക് എന്താ? വായിച്ചു. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് വളരെ സൂക്ഷിച്ചോണം. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത വാക്കുകൾ പറയുന്നവർ, ഈ കേട്ടുകേൾവിക്കാർ,
മനസ്സിലായത്? എനിക്ക് അറിയാവുന്നതുപോലെ ചിലരുടെയൊക്കെ വാക്ക് കേട്ടാൽ നമ്മൾ തോന്നിപ്പോവും, നമ്മൾക്ക് പോലും സംശയം വരും നമ്മളാണോ എന്ന്. അതുപോലെ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചുമ്മാ ഊഹാപോഹങ്ങൾ പറഞ്ഞേക്കുക. അപ്പോൾ അത് കേട്ട് അനേകർ മലിനമാകുക, കൈപ്പേറുക. നമ്മളും മരണം കേൾക്കുകയും മരണം വിതയ്ക്കുകയും ചെയ്യുക. അവിടെ കേൾക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വായിച്ചു. നിങ്ങൾ കേൾക്കുന്ന എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്നു കിട്ടും. അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്നും അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കുകയും അവൻ അറിയാതെ വിത്ത് മുളച്ച് അപ്പം ദൈവവചനത്തെ വിത്തായിട്ട് കർത്താവ് കണക്കൂട്ടിയിട്ട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ കേട്ട് കഴിയുമ്പം നമ്മൾ ഓർക്കുന്ന അത് ഞാൻ എടുക്കുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ പോലും അറിയാതെ അത് വളരും. അത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകും. അത് അനുവദിക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. യേശു പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം. കേൾക്കുന്നതും കാണുന്നതും അതിൽ ഏറ്റവും പ്രധാനമായിരിക്കണം. ദൈവവചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും. ഏറ്റവും അധികമായി വേറെ ഒന്നുമല്ല ഐ വിൽ ഗിവ് പ്രയോറിറ്റി ടു ദ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ അവിടെ ഒന്നുകൂടെ വായിക്കപ്പെടുമ്പോൾ 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ടു യു. കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ തന്റെ മഹത്വത്താലും വീര്യത്താലും. കൃപയും സമാധാനം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ദൈവത്തിന്റെ 2-ാം വചനം മുഴുവൻ വായിക്കണം. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ. അപ്പം എന്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം? നീതി. ദൈവം എന്നെ നീതീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ നിയമം, ചിലരുടെ ധാരണ തങ്കുപ്രകാർ പഴയ നിയമത്തിന് വിരോധമായി സംസാരിക്കുന്നു. അല്ല, ഒരിക്കലുമല്ല. വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവരുടെ നീതിയല്ല ഇന്ന് എൻ്റെ നീതി. അവരുടെ പ്രവൃത്തി നീതിയായി എണ്ണപ്പെട്ടു അല്ലെങ്കിൽ ഉടുപ്പിച്ചു. ഞാൻ ദൈവത്തിൻ്റെ നീതിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ നീതി ആർക്കും എടുക്കാൻ പറ്റത്തില്ല. 2, നീതിയാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് ഏത് സമയത്തും പിതാവേന്ന് ചെന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം. അപ്പം ലേഖനങ്ങളിൽ ക്രിസ്തുവിൽ ഒരാളായി കഴിഞ്ഞ് മുഴുവൻ വചനവും വായിക്കണം. ഒരു സംശയം വേണ്ട. അതിന് ദൈവവചനം ഉൽപ്പത്തി പുസ്തകം മുതൽ താഴെ വരെയുള്ള മുഴുവൻ വചനങ്ങളും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. എന്നാൽ ക്രിസ്തുവിലായിട്ട് വേണം നമ്മൾ ആകുവാൻ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നീ ദൈവത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നീതിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു വരുന്നത്. ഇന്ന് രാവിലെയും ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇന്നർ ചേംബർ കാണുന്നുണ്ട്. തങ്കുപ്രകാർ സ്ഥിരം ഊന്നലായി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്നാലും തങ്കുപ്രകാർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് ഇല്ലേ? ഞാൻ ചോദിച്ചു, അതിന് എവിടെയാവുന്നു വചനം ഒന്ന് പറയാം. അല്ല, ചിലരുടെ പ്രാർത്ഥന കൂടുതൽ കേൾക്കുന്നു എങ്ങാണ്ട് എഴുതിയിട്ടില്ലേ എന്ന്. അങ്ങനെ എഴുതിയിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ, ദ റൈറ്റ് നോളജ് ഓഫ് ഗ്രേസ്. അപ്പം ഞാൻ ദൈവത്തിൻ്റെ നീതി ആയതുകൊണ്ട് എനിക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. എങ്ങനെ വർദ്ധിക്കും? ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ, അറിവിൽ. അപ്പം ദൈവത്തിൻ്റെ നീതിയായി ഞാൻ ആയിക്കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു അറിവ്, ഏറ്റവും വലിയ അറിവ് എന്തായിരിക്കണം? ജീവനും ഭക്തിക്കുള്ളത് കർത്താവ് എനിക്ക് ദാനമായി തന്നു കഴിഞ്ഞിരിക്കുന്നു, ചെയ്യാൻ പോകുന്നു എന്നല്ല. അത് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും അധികം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകണം, ഇപ്പം ഞാൻ പറയുമ്പോഴല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടിക്കഴിയുന്നതിൻ്റെ അറിവാണ് വചനം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ, ദൈവം ആരാണെന്നും യേശു ക്രിസ്തു എനിക്ക് ആരാണെന്നും ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണെന്നും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, ഇതൊക്കെ മനസ്സിലാക്കുമ്പം എനിക്ക് അസാമാന്യ ധൈര്യം വരും, എൻ്റെ ഉള്ളിൽ സമാധാനം വരും.
എനിക്ക് നേരിടാൻ പറ്റാത്ത ചില കാര്യം വരുമ്പോൾ എനിക്കറിയാം അവൻ്റെ കൃപ അവിടെ പെരുകുമാറാകും. എന്നാലും അലസന്മാരാകുമല്ല, ധൈര്യത്തോടെ മുന്നേറുന്നവർ. ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. അത് ആ ഉറപ്പും ധൈര്യവും കൂട്ടായ്മയിലൂടെ വരും. കൂട്ടായ്മ എങ്ങനെ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെ വരുന്നത്? ദൈവവചനവുമായിട്ടുള്ള കൂട്ടായ്മ. എന്നിട്ട് പറയാണ്, വായിച്ചേ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താൽ ശക്തിയാലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം, വിളിച്ചത് സ്വർഗത്തിലെ പിതാവ്, പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അകത്ത് ഏറ്റവും വലിയ ദാനമായ നിത്യജീവൻ വന്നിരിക്കുക. നിത്യജീവൻ എന്ന് പറയുമ്പോൾ തന്നെ യേശുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ, ഇന്ന് ആദ്യത്തെ പ്രാവശ്യം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3-4 ഞായറാഴ്ച മുമ്പിലത്തെ മെസ്സേജ് കേൾക്കണം. നിത്യജീവൻ എന്ന് പറയുന്നത് എന്നിൽ വന്നതുകൊണ്ടാണ് ദൈവം ആരാന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നിത്യജീവൻ എൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു ഭാഗവാക്കാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് പരിജ്ഞാനം എന്നുള്ള പദം ആണ് പുതിയ നിയമലേഖനങ്ങളിൽ വിശ്വാസത്തിനേക്കാളും കൂടുതൽ എഴുതപ്പെട്ട വാക്ക് പരിജ്ഞാനമാണ്. ഞാൻ ആരാന്നുള്ള തിരിച്ചറിവ്, ഞാൻ എവിടെയാണ് ഇന്ന് ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ്, എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവ്. അത് ലഭിച്ചു കഴിഞ്ഞാലോ ധൈര്യമായിരിക്കും. ഇന്നും പരാജയത്തെ നോക്കി നിങ്ങൾ പറയും, ഞാൻ ഒരിക്കലും പരാജയമായി തീരത്തില്ല. നിങ്ങളെക്കാളും വരുന്ന വെല്ലുവിളികൾ പറയും, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ഇന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യം ദൈവവചനം കേൾക്കുമ്പോൾ ചുമ്മാ കേൾക്കുന്ന വാക്കല്ല, അതുപോലെ തന്നെ ഉണ്ടോ എന്ന് ബൈബിളിൽ വായിച്ചു നോക്കണം. ഇന്ന് ആ സഹോദരി പറഞ്ഞ പോലെ എവിടെയോ എഴുതിയിട്ടുണ്ട്, എവിടെയും എഴുതിയിട്ടില്ല ചിലരുടെ പ്രാർത്ഥനയ്ക്ക് പവറാണ്. എന്നാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപസിംഹാസനം. ആർക്ക്? എല്ലാവർക്കും, ആർക്കും. അതാണ് നീതിയുടെ പ്രാഗൽഭ്യം. അത് അവിശ്വസിക്കുന്നവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അവിശ്വസിക്കുമ്പോൾ എൻ്റെ അകത്തെ, അതുകൊണ്ട് ഹൃദയം കഠിനപ്പെടാതെ സൂക്ഷിക്കേണ്ടത്. ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ അവിശ്വാസം വർദ്ധിക്കുന്നേ. ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്ക് ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, കർത്താവേ ഇതൊക്കെ നടക്കുന്നതാണോ എന്നൊക്കെ ആയിപ്പോവും. അല്ല, അത് ഹൃദയം കഠിനപ്പെടാൻ സമ്മതിക്കരുത്. സൂക്ഷിക്കണം നമ്മളെ തന്നെ. വീണ്ടും ആവർത്തിച്ച് പറയാം, ദൈവവചനം ആർക്കാന്ന് പറയാം. സഭയെന്ന് പറഞ്ഞാൽ ആർക്കാ? സഭയെന്ന് പറയുന്ന ഒരു അഭയകേന്ദ്രമല്ല. സഭയെന്ന് പറയുന്നത് വലിയ ദർശനമുള്ളവർക്കുള്ള ഫ്യൂവലിംഗ് സ്റ്റേഷനാണ്. ഇന്ധനം നിറയുന്ന സ്ഥലമാണ്, ശക്തി നിറയ്ക്കുന്ന സ്ഥലമാണ്. എല്ലാം ഭയത്തെയും പൊട്ടിച്ച് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കത് സാധിക്കും എന്ന് പറയുന്നവരുടെ സ്ഥലം. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ദൈവവചനത്തിൻ്റെ മെസ്സേജ്. രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോവാ, രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം വിശ്വാസികളുടെ അകത്ത് ഡ്രൈവ് അങ്ങ് പോകുന്നത്. കാര്യം അവർ കേൾക്കുന്ന വചനം എന്താ? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, മതി, അന്യഭാഷയായി തീർന്നു. അല്ല, ഈ ലോകത്തിൽ കൃപയും നീതിയും ലഭിച്ചവർ വാഴ്ചയുടെ ജീവിതമാണ്. വാഴ്ചയുടെ ജീവിതം വാഴാനായിട്ട് നമ്പർ 1 ആകാൻ നിങ്ങൾ, യേശു പറഞ്ഞു, നിങ്ങളെ ഉപ്പും വെളിച്ചമാണ്. റോമർ 5:17 പറയുന്നത് നീതി ദാനമായി ലഭിച്ചവർ, കൃപ ലഭിച്ചവർ. ഈ ലോകത്തിൽ വെച്ച്, ഇവിടെ വെച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, സ്വർഗത്തിൽ പോകുന്ന പരിപാടിയിലേക്കാളും സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്വർഗീയ സ്ഥലത്താണ് ഇരിക്കുന്നത്. ക്രിസ്തുവിനോടോടും സ്വർഗീയ സ്ഥലത്തിരിക്കുക. ഈ ലോകത്തിൽ ചെയ്ത് ചിലത് തീർക്കാനുണ്ട്. ഇന്ന് പകൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ചെറിയ ദർശനം വെക്കരുത്. കാരണം നിങ്ങളുടെ അകത്ത് നിക്ഷേപത്തിന് തുല്യമായ ദർശനം കാണണം. ഹാവ് എ വിഷൻ which will be equal to the power that is vested in you. ചെറിയ കാര്യങ്ങൾ അവിടെ നോക്കിക്കുക. വലിയ ഒരാൾ വിളിച്ചിട്ട്, ബിൽഗേറ്റ്സ് വിളിച്ചിട്ട് നിങ്ങളോട് നാളെ ഒരു മുറുക്കാൻകട തുടങ്ങണമെന്ന് പറയത്തില്ല. അദ്ദേഹം വിളിക്കുന്നത് അവിടെ എന്തോ 10,000-20,000 ഞാൻ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയുടെ കടം എത്രയാണെന്ന് ചോദിച്ചു. $10,000 കോടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെക്ക് എഴുതി കൊടുത്തു.
അവിടെ വന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്തൊരു $100 വേണമെന്ന് ചോദിച്ചാൽ ആർക്കും വേണ്ട. നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവ്, ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ശക്തി മനസ്സിലാക്കി ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വസിക്കുന്നതെന്ന് ബോധ്യമുണ്ടോ, ദർശനത്തിൽ ഒട്ടും കുറവ് വരുത്തില്ല. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അന്ന് വരെ സുവിശേഷ ഘോഷണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടുമുറ്റത്തിനകത്ത് ആണ്ടിലും 5-10 വർഷം കൂടുമ്പോൾ ഏതെങ്കിലും വിദേശി വന്ന് ചെറിയൊരു മീറ്റിംഗ് നടത്തും. 100-500 പേരുടെ മീറ്റിംഗ്, 1000 പേരുടെ മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവരാജ്യത്തിൻ്റെതാണ്, ദൈവരാജ്യത്തിൻ്റെ പദ്ധതി. അന്ന് 80 അടി സ്റ്റേജും ലൈറ്റും അത് കണ്ടപ്പോൾ ആദ്യമേ ഒത്തിരി പേര് വിമർശിച്ചു, പിന്നെ എല്ലാവരും അനുകരിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവം എന്ന് പറയുന്നത് വലിയവനാണ്. ദൈവം എന്ന് പറയുന്നത് എവിടെയോ കുടിയിരിക്കുന്ന ആളല്ല. ദൈവം സർവശക്തനാ, സർവവ്യാപിയാ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനാ. ആ സർവശക്തനായ ദൈവം തൻ്റെ വാസസ്ഥലം എൻ്റെ അകത്താക്കിയിരിക്കുമ്പോൾ എൻ്റെ ദർശനം അതുപോലെ വിശാലമാണ്. ഐ ഡോണ്ട് ഹാവ് എ സ്മോൾ വിഷൻ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തി, തൻ്റെ ജീവൻ എൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് ദൈവം ഉണ്ടെന്ന് എന്നിലൂടെ ലോകമറിയണം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അകത്ത് പുതിയ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, ലഭിച്ചിരിക്കുന്ന വിശ്വാസം ജ്വലിക്കട്ടെ. ദൈവം എന്നിൽ വസിക്കുന്നത് കൊണ്ട് ചെറുതായിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാൻ പോകുക. കേൾക്കുന്നത് എൻ്റെ കൂട്ടുകെട്ട് ഞാൻ സൂക്ഷിക്കാൻ പോകുക. ഞാൻ ആരുടെ കൂടെ നടക്കുന്നോ അവരുടെ ചിന്താഗതി എൻ്റെ അകത്ത് കയറരുത്. അവരുടെ ഇടുങ്ങിയ ചിന്താഗതി എൻ്റെ അകത്ത് കയറരുത്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ എൻ്റെ ആഗ്രഹമായി എല്ലാവരും ഒന്നിച്ചൊറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. ഞാൻ ആ ദിവസങ്ങളിൽ ചില ദേവദാസന്മാരെ അവരോട് വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം, വലിയ ദൈവപ്രവൃത്തി നടക്കണം. ഉടനെ അവർ പറഞ്ഞ വാക്കെന്തെന്ന് കേട്ടപ്പോൾ ഞാൻ വിസ്മയിച്ചു പോയി. അവർ പറഞ്ഞു, അങ്ങനെ ശക്തമായി ചെയ്താൽ തിരിച്ചടി ഉണ്ടാകും. ഞാൻ മനസ്സിലായല്ലോ, നിങ്ങളെക്കാളും വലിയ പ്രാഗൽഭ്യം ഉള്ളവരൊക്കെ വന്നായിരുന്നു, 2-3 വർഷം നിന്നു, അത് കഴിഞ്ഞ് തിരിച്ചടി ഉണ്ടായിപ്പോയെന്ന്. അത് അവരുടെ മനസ്സിനകത്ത് ഭയം. അവരെങ്ങനെയും ഈ ലോകത്തിൽ അവരുടെ ജീവിതം സംരക്ഷിക്കാൻ നോക്കുന്നേ. എന്നാൽ ദൈവം ഇവിടെ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യം ഞാൻ നിവർത്തിക്കാൻ ദൈവം തൻ്റെ ശക്തിയെ നൽകിയിട്ടുണ്ട്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ദൈവം ആണ് അകത്ത് വസിക്കുന്നതെങ്കിൽ ദൈവത്തിന് ഹാവ് എ വിഷൻ വെയർ ഗോഡ് ക്യാൻ ഫിറ്റ് ഇൻ. ദൈവത്തിന് ഫിറ്റിൻ ആകാവുന്ന ദർശനം ദൈവവുമായിട്ട് സംസാരിക്കുക, കൂട്ടായ്മ നടത്തുക, പ്ലാൻ ചെയ്യും, പരിശുദ്ധാത്മാവിൽ നടക്കുക. ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ്. ദാറ്റ് ഈസ് ദ ബോൾഡ്നെസ് ദാറ്റ് വി ഹാവ്. ജീവനും ഭക്തിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയും ഒന്നും ചെയ്യാനില്ല. അത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനം വായിക്കാം. ആദ്യത്തെയും 2-ാമത്തെ വചനം വായിച്ചിട്ട് 17-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വായിച്ചിട്ട് 17 വായിക്കാം. റോമർക്കെഴുതിയ 5-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് മാർവലസ്. വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അതാ പത്രോസ് ഇവിടെ പറയുന്നത്. രക്ഷകനായ യേശു മുഖാന്തരം നീതീകരിക്കപ്പെട്ടു. എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? സൗജന്യമായി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് ദൈവം ഇനി എൻ്റെ ശത്രുവല്ല. നല്ല ഒച്ചത്തിൽ പറയണം. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവമായി എനിക്ക് കൂടെ നിൽക്കുന്നേ. ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ട്. ദൈവം എൻ്റെ കൂട്ടുകാരനാ. ദൈവം എൻ്റെ അബ്ബായാ, എൻ്റെ പിതാവാ. ഹല്ലേലൂയ. നോക്ക്, നമ്മൾ ഭാരപ്പെടുന്നത് വാസ്തവത്തിൽ ഞാനിത് പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കാവുള്ളൂ. പല വിഷയത്തിലും നമ്മൾ ഭാരപ്പെടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ നോക്കുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാത്ത ഒരു നെകളുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുമ്പോൾ ഗോഡ് റെസിസ്റ്റ്സ് ദ പ്രൗഡ്. ദൈവം നെഗളികളെ എതിർക്കുന്നു. കൃപയുള്ളവനോ ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. താഴ്മയുള്ളവന് വചനം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. തിരിച്ച് ഇവിടെ റോമർക്കെഴുതിയ ലേഖനത്തിൽ വരാം. ഹല്ലേലൂയ.
അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും തങ്കുബ്രാർ എന്താ ഈ പറയുന്നത്, ഞാൻ വറി അടിക്കുന്ന നെകളാണെന്നോ? അത് പരിഹാരം ഞാൻ തന്നെ കാണണമെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം തൻ്റെ അവസാന ഭാഗം, God resists the proud and gives grace to the humble. വായിച്ചു. ഔവണ്ണം ഇളയവരെ പൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചോൾവിൻ. എന്നിട്ട് ദൈവം നെഗളികളെ എതിർക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. താഴ്മയുള്ളവർക്ക് ദൈവം നെഗളികളെ എതിർക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താന്നിരിപ്പീൻ. ആരാ താന്നിരിക്കുന്നത്? താഴ്മയുള്ളവൻ. നെകളൊക്കെ ഉള്ളവൻ അങ്ങനെയല്ല. ദൈവം അങ്ങനെയൊന്നും പറ്റത്തില്ല, ഞാൻ നീങ്ങാൻ പോവാ. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവങ്കിലേക്ക് ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ, നെകളമുള്ളപ്പോൾ, ജഡമുള്ളപ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഞാൻ ഇത് പറയുമ്പോൾ നമ്മളെ തന്നെ നോക്കിക്ക്. നമ്മൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓർക്കുന്ന നമ്മൾ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ. ഒന്ന് വിട്ടുകൊടുത്തേ. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേലുണ്ട്. അതാ താഴ്മ. താഴ്മയെന്ന് പറയുന്നത് എന്താ? എല്ലാത്തിലും അവനെ ആശ്രയിക്കുക. യേശു പറഞ്ഞത് എന്താ? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഈ ചിന്താകുലത്തിലും ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു യു. വാസ്തവത്തിൽ ദൈവത്തിന് നമ്മൾ കടന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതം. എടാ, നിനക്ക് പരിഹാരമുണ്ട്, ടെൻഷൻ അടിച്ചു, അല്ലെങ്കിൽ എൻ്റെ കയ്യിലോട്ട് വിട്ടതാ. ഇന്ന് എല്ലാം വെല്ലുവിളികളും അവസാനിപ്പിക്കുന്ന ദിവസമായി തീരണം. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. നോക്കിക്കേ, റോമർക്കെഴുതിയ ലേഖനം 5 അതിൻ്റെ 1-ാം വാക്യം, അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഗോഡ് ഈസ് അവർ ഫ്രണ്ട്. ഐ ഹാവ് എ പീസ് വിത്ത് ഗോഡ്. ക്രിസ്തു മുഖാന്തരം അത് സംഭവിച്ചേ. എന്നിട്ട് പറയാണ്, വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇന്ന് നിൽക്കുന്ന എവിടെയാ? കൃപയാലാ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നു? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽപ്പ്. ദാറ്റ് ഐ ഹാവ് എ ഗുഡ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അബ്ബ കേൾക്കും. അപ്പനും മകൻ്റെ കാര്യം എനിക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. അതാണ് ഇത് 4-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ 24-ഉം 25-ഉം വായിക്കുമ്പോൾ നല്ലതായിരിക്കും. മലയാളത്തിൽ 25 മാത്രമാണ് ദൈവവചനം ഒന്ന് വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 4-ന്റെ വായിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകും. നമുക്ക് കണക്കിട്ട നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസിച്ച ഉടനെ ദൈവത്തിന്റെ നീതിയാണ്. നമ്മുടെ അതിക്രമ നിമിഷം എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടി ഉയർത്തി വിശ്വസിക്കുമ്പോൾ ആ ദൈവവുമായിട്ട് എനിക്ക് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയാൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഈ കൃപയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് ജീവനും ഭക്തിക്ക് വേണ്ടിയത് മുഴുവൻ ദാനമായി തന്നിരിക്കുന്ന കൃപയും സമാധാനം വർദ്ധിക്കാനുള്ള കാരണം ഇതിനെല്ലാം അടിസ്ഥാനം ദൈവം ദാനമായി ചെയ്യാനുള്ളത് ചെയ്തു. ഇനി വിശ്വാസം കൂടെ തന്നിരിക്കുക അത് പിടിച്ചെടുക്കാൻ. വായിച്ചു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞാൻ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വമായിരിക്കുന്ന ക്രിസ്തു എന്നിൽ വന്നിരിക്കുന്നതിനകത്ത് എന്റെ പ്രത്യാശ. എന്റെ പ്രത്യാശ എവിടെയാ? എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു എവിടെയായിരിക്കുന്നത്? എന്റെ അകത്തായിരിക്കുന്നത്. അതാ ജാതികൾക്കുള്ള ഏറ്റവും വലിയ മർമ്മം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അതവിടെ എഴുതിയിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശ നമ്മിൽ വന്നിരിക്കുന്നത് കൊണ്ട് അല്ലേ? ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിന്റെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഹോപ്പ് ഇൻ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ആ ക്രിസ്തു ഇന്ന് എന്റെ അകത്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിരാശ വരുത്തില്ല. കാര്യം എന്താ? ദൈവത്തിന്റെ സ്നേഹം എൻ്റെ അകത്ത് വന്നിരിക്കുക. ഇന്ന് വീണ്ടും എൻ്റെ മെസ്സേജ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറയാം.
ഇതാർക്ക് വേണ്ടിയാന്ന് പറയാം? എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കും. കാരണം എൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവം പരിപൂർണ്ണ ശക്തിയോടെ മഹത്വത്തോടെ എൻ്റെ അകത്ത് വസിക്കുമ്പോൾ ആ നിലയിൽ വേണം എൻ്റെ ചിന്താഗതികൾ മാറാൻ. എൻ്റെ കൂട്ടുകെട്ടുകൾ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ വിശ്വാസം പറയുന്നവർ, എന്നെ തകർക്കുന്നവരല്ല, ചെറിയ കാര്യം പറഞ്ഞ് നിരാശപ്പെടുത്തുന്നവരല്ല. എൻ്റെ ദർശനത്തിൽ എൻ്റെ കൂടെ വിശ്വാസം ഫ്യൂവൽ ചെയ്യുന്നവരായിരിക്കണം എൻ്റെ കൂട്ടുകാർ. ഭവനത്തിലായിരിക്കുന്നവരോട് ഞാൻ പറയാം, ഒറ്റ ദർശനത്തിൽ വയ്ക്കണം. ഒറ്റ ദർശനത്തിൽ വേണം മുമ്പോട്ട് പോകുവാൻ. ഭാര്യയും ഭർത്താവും ഒറ്റ മനസ്സോടെ. ഇല്ല, ഏത് പ്രതിസന്ധിയാണേലും അതിനകത്ത് നമുക്കൊരു വഴിയുണ്ട്. നമ്മിലുള്ള ക്രിസ്തു അതിൻ്റെ വഴി. അതിനുള്ള മുഴുവൻ ദൈവം തന്നിട്ടുണ്ട്. ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഇത് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ബിലീവ്, ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവനും വിശ്വസിക്കും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വലിയ അത്ഭുതം, ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ വന്നതാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. വായിച്ചു അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഈ പ്രത്യാശ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്നെ വസിക്കുന്നു. ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. കാര്യം എന്താ? നാൾക്ക് നാൾ തേജസ്സിന്മേൽ തേജസ്സിലോട്ട് നടക്കേണ്ടതാണ്. ദൈവവചനം കൂടുതൽ കേൾക്കുകയും കൂടുതൽ വിശ്വാസത്തിന്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ യു വിൽ ഗോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ്. ഇന്ന് നിരാശയോടെയും ഭാരത്തോടെയും ഭയത്തോടെയും ഇരിക്കുന്നവരോട് പറയാം, യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഭയം മാറട്ടെ, ചിന്താകുലങ്ങൾ മാറട്ടെ. ചിന്ത വരുന്നത് എവിടെയാ? എൻ്റെ ചിന്താകുലം എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്? ഉറപ്പില്ലാത്തത് കൊണ്ട്. എവിടെയില്ലാത്ത? എൻ്റെ അകത്ത് നിഗളമുള്ളത് കൊണ്ട്. താഴ്മയുണ്ടെങ്കിലോ, കർത്താവ് എനിക്കിതൊന്നും അറിയത്തില്ല, എന്നാ പിടിച്ചോ, ഞാൻ കിടന്നുറങ്ങാൻ പോകും. ഐ ഡോണ്ട് ഹാവ് എ സൊല്യൂഷൻ. ഞാനിത് ടെൻഷൻ അടിച്ച് രാത്രി ഉറങ്ങാതെ കിടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാ യേശു പറഞ്ഞത്, വിചാരപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ നീളത്തിന് ഒരു മുഴം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. നീതി, ദൈവരാജ്യവും അവൻ്റെ നീതിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. വെച്ചാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നത്, ഇന്ന് ലഭിച്ചിരിക്കുന്നത് ചിന്തിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് ചിന്തിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താ, അതൊക്കെ ഒന്ന് ചിന്തിച്ച് യു വിൽ സ്റ്റോപ്പ് വറിങ് അബൌട്ട് ദ വേൾഡ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഐ ഫീൽ എ ഗ്ലോറി ക്ലൗഡ് ഡിസെൻഡിങ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം ഓരോരുത്തരുടെ മേലും ഓരോ ഭവനത്തിൻ്റെ അകത്തും നിറയുന്നതായിട്ട് എനിക്കറിയാം. ഇറ്റ് ഈസ് ഫില്ലിങ് എവ്രി ഹോം, എവ്രി ഹൗസ്, എവ്രി ബഡി. ഓരോരുത്തരും നിറയട്ടെ. ഓരോരുത്തരും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ചെറിയ ദർശനമാകരുത്. ലോകത്തിൽ ഉന്നതനും ക്രിസ്തുവിൽ ഞാൻ പ്രശസ്തനാകും എന്ന് പറയുക മാത്രമല്ല, എൻ്റെ അകത്തുള്ള നിക്ഷേപം അത്രയും വലുതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുമ്പോൾ ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ്. കാര്യം എന്താ? ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ അകത്ത് വന്നിരിക്കുക. എന്നിട്ടാ 17-ാമത്തെ വാക്യം പറയുന്നത്, ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. എന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, എല്ലാം പരാജയങ്ങളെ കൊടഞ്ഞു കളഞ്ഞ് മുന്നേറുവാൻ ഇന്ന് പകൽ ഒരുങ്ങിക്കോണം യേശുവിൻ്റെ നാമത്തിൽ. ഓ ഗ്ലോറി ജീസസ്, ഇത് എൻ്റേതാ, ഇന്ന് ഞാൻ ഏറ്റെടുക്കുക. ഇല്ല, ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥലമല്ല ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്. ഇതല്ല എൻ്റെ അന്ത്യം. എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് മുന്നോട്ട് ഞാൻ പോകാൻ പോകുക. ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇത് പറയുമ്പോൾ ചിലരൊക്കെ നിങ്ങളെ വിമർശിച്ചേക്കാം. ഇതൊക്കെ പ്രോസ്പെറിറ്റി തിയോളജിയാന്ന് പറയാം. പിശാചിൻ്റെ തന്ത്രമായി ഇതൊക്കെ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശുഭമായത് ചിന്തിക്കാതിരിക്കാൻ. ശുഭം വരുമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ശുഭത്വം വരും. എല്ലാ മേഖലകളിലും യു വിൽ ബിക്കം പ്രോസ്പെറസ്. ഓൺലി എബ്രായർ 6:9 പറയാം, വി ആർ കോൺഫിഡൻറ്റ് ഓഫ് ബെറ്റർ തിങ്സ് കൺസേണിങ് യു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് നന്മ മാത്രമേ വരുത്തുള്ളൂ എന്ന്. അത് ആ ചിന്തയാണ് എന്നെ വാഴേണ്ടത്. എന്നെ വാഴേണ്ടത് ആ ചിന്തയാണ്. ഞാൻ മാന്യത ഉള്ളവനായി തീരത്തില്ല. ആ പ്രത്യാശ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ബ്ലെസ്ഡ്, എൻ്റെ ജീവിതത്തിൽ ശുഭമേ വരുത്തുള്ളൂ. ഈ വചനം മാറ്റാതെ എബ്രായർ 6:9 വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. എവിടെ? ഓ ഗ്ലോറി, ഓ റബ സന്തല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഞാൻ ഈ പറയുന്നത് തങ്കുബ്രദറിൻ്റെ തലയിൽ കൂടെ വരുന്നതല്ല. ഈ ദൈവത്തിൻ്റെ വായിന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ ഇന്ന് എടുത്തു പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും.
കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന ACVയിലുണ്ട്, ബാക്കി എല്ലാ മാധ്യമങ്ങളിലുണ്ട്, HFTVയിലുണ്ട്. അതിനകത്ത് കേട്ടോണ്ടിരുന്ന വിസ്മയകരമായി ഓർത്ത് നോക്കിക്കേ, ഒരു കമ്പനിയിലെ സൈറ്റിലെ വെറും ഒരു എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ പല ദിവസം രാത്രിത്തെ വചനം വിശ്വസിച്ചു. പിറ്റേ ദിവസം ചെല്ലുമ്പം പറയാം, ഇതിൻ്റെ സൈനിങ് അതോറിറ്റി ഇത് മുതൽ നീയാണ്. ദൈവത്താൽ വിശ്വസിക്കുന്നവനാൽ അസാധ്യമായതൊന്നുമില്ല. അതാ യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവനാൽ അസാധ്യമായതൊന്നുമില്ല. പണ്ട് ഒരു ചന്ദ്രരോഗി ആയിരിക്കുന്ന ഒരു എപ്പിലെപ്റ്റിക് ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് അപ്പൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ടാകാമെങ്കിൽ ഒന്ന് സൗഖ്യമാക്കണം. യേശു ആ അപ്പനോട് പറഞ്ഞു, നിന്നെ കൊണ്ടാകാമെന്ന്. അതെല്ലാവർക്കും അറിയാം, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ ഒരു വ്യത്യാസമായ കാര്യം യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവനാൽ അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മളിൽ ഒരു വിശ്വാസം കൊള്ളും. ദൈവത്തിൽ വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കും യേശുവിൽ ഞാൻ ആരാണെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കും, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് നല്ലതേ വരുത്തുള്ളൂ, ഉയർച്ച വരുത്തുള്ളൂ. അതല്ലേ 6:9 എന്താ വായിച്ചേ? എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും. എന്നാൽ പ്രിയമുള്ളവരെ എന്ന് പറയാനായിട്ട് എന്താ കാരണം? ഞാൻ ദൈവത്തിന് പ്രിയമുള്ളതായതുകൊണ്ട്. ബിലവഡ് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5 നമ്മൾ വായിച്ചത്, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. എന്തുകൊണ്ടാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്? ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തരും, എനിക്ക് ബോധ്യം വരുത്തി തരും. ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് അവിടെ പറയുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ശുഭമേറിയതും, വി ആർ കോൺഫിഡന്റ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭത്വമേ വരുത്തുള്ളൂ. കർത്താവ് ദൈവം നിങ്ങളെ കീറി തകർത്ത് കളയുന്നു എങ്ങും എഴുതിയിട്ടില്ല. ദൈവം നല്ലവനാണ്, ശുഭമേറിയ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എന്താ, ദൈവകാര്യങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിലും നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും മുന്നേറണം. അതുകൊണ്ട് അതിൻ്റെ 11ാമത്തെ വാക്യം പറയാണ്, നിങ്ങളെ മാന്യതയുള്ളവരായി തീരരുത്. വായിച്ചേ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പ്രത്യാശ, ജീവനുള്ള ഈ പ്രത്യാശ ലഭിച്ചിരിക്കുന്ന നിങ്ങൾ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരു ദിവസം പോലും എന്താണോ ദർശനത്തിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത് പിശാചിനറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഈ ദർശനം 10 പേരോട് പറയരുത്. അകത്ത് ദൈവം തന്ന ദർശനം പൂർത്തീകരിക്കുമ്പം പറയണം, ഇത് ദൈവം തന്ന ദർശനമായിരുന്നു. കാരണം അതിനകത്ത് ചെളിവാരി എറിയാൻ ദുഷ്ടൻ പല വിധത്തിലും വിതയ്ക്കും. അതിന് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം വിളമ്പാൻ പോകുന്നവരാണ്. നിങ്ങളിലൂടെ ദൈവം തേജസ് ലോകം മുഴുവൻ കാണും. അപ്പോൾ അതിനെ എങ്ങനെ പുറോട്ട് വലിക്കാവുന്ന പിശാച് നോക്കുന്നു. അധികമായി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്നവരോട് ഞാൻ പറയാം, വീണ്ടും പറയാം, കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധവും കൂട്ടായ്മയും ദൈവവചനത്തിൽ എന്താണോ പറയുന്നത് അത് മാത്രം ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകും. വായിച്ചു. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം ആഗ്രഹിക്കുന്നു. എന്തിനാ? ശുഭത്വമേ വരുത്തുള്ളൂ. ശുഭത്വം, ആ ഉത്സാഹം ഒരിക്കലും പോകരുത്. ഇല്ല. അങ്ങനെയാണോ ഇങ്ങനെയാ? അല്ല, ഇതിൻ്റെ മധ്യത്തിലും എനിക്കൊരു വഴിയുണ്ട്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എനിക്കൊരു വഴി ഇതിൻ്റെ ഇടയിലുണ്ട്. അവസാനത്തോളം ആ ഓട്ടം ഞാൻ ഓടിക്കൊണ്ടിരിക്കും. വായിച്ചു. അങ്ങനെ നിങ്ങൾ ഒരിക്കലും മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുവീൻ. നിങ്ങൾ അവരെ ഒന്ന് അനുകരിച്ചേ. എന്നിട്ട് പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അബ്രഹാമിനെ അനുകരിക്കുക. അബ്രഹാമിന്റെ കാര്യമാണ്. നീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, നീതി ലഭിച്ചവരുടെ അകത്ത് ദൈവവചനം അവരുടെ ആധാരം. ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടോ അതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. വാട്ട് ഹാസ് ഗോഡ് സ്പോക്കൺ അബൌട്ട് ഇറ്റ്. ഇന്ന് ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കാണ്, പക്ഷെ എടുത്ത് വീണ്ടും ഞാൻ പറയാം. ഇന്ന് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളോ പ്രതിസന്ധിയോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ വലിപ്പമല്ല നോക്കേണ്ടത്,
അതിനെക്കുറിച്ച് ദൈവം ഈ വചനത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞതിൽ നടപ്പിലാകത്തുള്ളൂ. പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഈ ഉറപ്പോടെ പറയുന്നത്. മുമ്പിലുള്ള വിഷയം, വെല്ലുവിളി, അത് എത്ര വലുതാണെങ്കിലും അതിൻ്റെ വലുപ്പമല്ല നോക്കേണ്ടത്, അതിനെക്കുറിച്ച് ദൈവം എന്താ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ട. ദൈവം മനുഷ്യനല്ല വാക്ക് മാറാൻ, മറന്ന് കളയുവാൻ മനുഷ്യനല്ല. ആ മല നീങ്ങിപ്പോയേ മതിയാകത്തുള്ളൂ. സെറുബാബേൽ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഒരു മന്ദിരം പണിയാനായിട്ട്, ദൈവത്തിൻ്റെ ആലയം പണിയാനായിട്ട് തയ്യാറാകുമ്പോൾ ഭയങ്കര വെല്ലുവിളികൾ, തന്നെക്കാളും ശക്തമേറിയ വെല്ലുവിളികൾ. ആ സമയത്ത് ദൈവം സെറുബാബേലിനോട് പറഞ്ഞത്, സെറുബാബേലെ കൃപ കൃപ എന്ന് ആർത്ത് നീ വിളിക്കും, നിന്റെ മുമ്പിലുള്ള ഈ മല സമഭൂമിയായി തീരും, സമഭൂമിയായി തീരും. ഇന്ന് പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ദിസ് ഇസ് ദ വേർഡ്, ദ പ്രോഫറ്റിക് വേർഡ്. നിങ്ങൾ കൃപയാലാണ് നിൽക്കുന്നേ, കൃപയ്ക്കകത്താണ് നിൽക്കുന്നേ. നിങ്ങളുടെ മുമ്പിലുള്ള മല സമഭൂമിയായി തീരും. നിങ്ങൾ ഓർക്കും എങ്ങനെയാ സമഭൂമിയായി തീരുന്നത്. ഉടനെ ആ ദൈവം അതിൻ്റെ ബാക്കിയും കൂടെ പറയാം, ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് എങ്ങനെയാ അത് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് സൈന്യത്താലുമല്ല ശക്തിയാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, അത് വചനം പറയുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ഞാൻ എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന നീതി മുഖാന്തരം ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ വിശ്വാസം ഞാൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളിയാണേലും എൻ്റെ അകത്ത് അതാണ് പൗലോസ് പറയുന്നത്, ഞാനായിരിക്കുന്നത് ഇന്ന് വരെ ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികമായി മുന്നേറാൻ പോവുക, അധ്വാനിക്കാൻ പോകുക. എനിക്കൊരു കാര്യം അറിയാം, അവിടെ വെല്ലുവിളി വരുമ്പോൾ കൃപ അവിടെ വ്യാപരിക്കും. എന്താ കൃപ? ഇറ്റ്സ് ഗോഡ്സ് പവർ ദാറ്റ് മേക്സ് മീ സഫിഷ്യൻറ്റ് ടു ഓവർകം ദറ്റ് ഇഷ്യൂ. എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ, എവിടെ നിനക്ക് ബലഹീനതയുണ്ടോ, എൻ്റെ ശക്തി അവിടെ തികഞ്ഞു വരും. യേശുവിൻ്റെ ശക്തി നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുക. യേശു തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വസിക്കുക. പ്രിയമുള്ളവരെ, പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അതാ. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി. എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ പഴയ പരാജയപ്പെട്ട ജീവിതം, എൻ്റെ പഴയത് കഴിഞ്ഞു പോയി. പുതിയത് വന്നു കഴിഞ്ഞിരിക്കുക. ആ പുതിയതൊന്ന് ചിന്തിച്ചേ. ആ കൃപ ലഭിച്ചവർ, അതാണ് റോമർ 5 ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടെന്ന് പറഞ്ഞു 17-ാമത്തെ വചനത്തിൽ വരുമ്പോൾ പറയാണ്, അങ്ങനെ ഈ കൃപ ലഭിച്ചവരും നീതി ദാനമായി ലഭിച്ചവരും ജീവിതത്തിൽ എത്രമാത്രം വാഴും. മനസ്സിനകത്ത് ശുഭത്വം വരണം, മനസ്സിനകത്ത് ഇടുക്കങ്ങൾ ഇന്ന് പൊട്ടിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. ഓ മൈ ഗുഡ്നസ്, ദ ഹോളി സ്പിരിറ്റ് ഇസ് മൂവിങ് സോ പവർഫുള്ളി. 5:17 ഒന്ന് വായിച്ചേ. 5:17 ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ കൃപ എൻ്റെ അകത്ത് വന്നിരിക്കുക. കൃപയാൽ ഞാൻ ആയിരിക്കുന്നു, കൃപയാൽ ഞാൻ മുന്നേറുന്നു. എനിക്ക് വെല്ലുവിളി വരുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി. കം ഓൺ, ഗോയിങ്. വലിയ ദർശനം, വലിയ ദൈവമുള്ളവർക്ക് വലിയ ദർശനമാണ്. ആ നീതിദാനം ലഭിച്ചവർ, വായിച്ചേ, കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചവർ, യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികം ജീവനിൽ. ഏത് ജീവനിൽ? സ്വർഗത്തിൽ ചെന്നിട്ടാണോ? അല്ല, ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ മുഖാന്തരം എൻ്റെ മനസ്സിനകത്ത് ശുഭത്വം വരണം, എൻ്റെ മനസ്സിനകത്ത് നന്മ വരണം, എൻ്റെ മനസ്സിനകത്ത് വിശ്വാസമുണ്ട്, എൻ്റെ മനസ്സിനകത്ത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്കത് നേരിടും. ഒരു ദോഷവും എനിക്ക് വരുത്തില്ല, എൻ്റെ കൂടാരത്തിന് ഒരു ബാധയും സമീപിക്കത്തില്ല. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവാ, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവാ, എൻ്റെ അകത്ത് ദൈവവചനമാ, എൻ്റെ ചുറ്റും ദൈവവചനമാ. ഓ യേശു എൻ്റെ കോട്ട. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് വീണ്ടും ആവർത്തിച്ച് പരിശുദ്ധാത്മാവെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. സെറുബാബേലിനോട് പറഞ്ഞ അതേ വചനം ഇന്ന് കണ്ട ഓരോരുത്തരോടും കാണുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പ്രവചനമായി പറയാണ്, നിന്റെ മുമ്പിലുള്ള മല സമഭൂമിയായി തീരും. അത് നിന്റെ ചിന്തയും നിന്റെ ശക്തിയും നിന്റെ കോൺടാക്ട്സും കയ്യിലുള്ള പണം കൊണ്ടൊന്നുമല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ആൽബലത്താലുമല്ല, എൻ്റെ ശക്തിയാലുമല്ല, പരിശുദ്ധാത്മാവിനാൽ. ഇന്ന് എല്ലാം ചിന്താകുലം കർത്താവിലോട്ട്
സമർപ്പിക്കണം. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഇതിനകത്ത് അല്ല കർത്താവെ, നീയാണ് എൻ്റെ നീതി, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങ് എൻ്റെ രക്ഷകൻ. യു ആർ മൈ സേവിയർ. അങ്ങ് എൻ്റെ രക്ഷകനാ, എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരൊറ്റ മനസ്സോടെ അങ്ങയോട് നന്ദി പറയുന്നു അബ്ബാ. ഇത്രയും വലിയ ദൈവകൃപ, ഇത്രയും വലിയ ദൈവശക്തി ഞങ്ങളിൽ നിക്ഷേപിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ശാരീരികമായ അസ്വസ്ഥത ഇപ്പോൾ തന്നെ മാറട്ടെ. അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ. ഇന്ന് കേൾക്കുന്ന ഓരോരുത്തർക്കും മല പോലെയുള്ള വിഷയങ്ങൾ സമഭൂമിയായി തീരട്ടെ. ആ മല കടലിൽ പോയി വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായ കർത്താവെ, അങ്ങ് വിടുവിക്കുന്ന ദയക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തിലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരിക്കുക, സ്തുതിക്കുന്നു, അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഉറപ്പായി നടക്കണം, ഉറപ്പോടെ നടക്കണം. മനസ്സ് എപ്പോഴും ശുഭമായത് ചിന്തിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കണം. മനസ്സിനെ സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ചെയ്യും അല്ല, മനസ്സിനെ ഞാൻ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കാം? കേൾക്കുന്നത് സൂക്ഷിക്കണം, കാണുന്നത് സൂക്ഷിക്കണം. നിരൂപണങ്ങൾ ദൈവവചനപ്രകാരം സമൃദ്ധിയുള്ള നിരൂപണങ്ങളാകണം.